ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ഒരു ബദാം മിൽക്കാണേ. ചൂടൊക്കെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് ബദാം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 30 ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 7-8 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് വയ്ക്കാം. അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ഷേക്കിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ അളവിൽ ഒരു മീഡിയം മധുരമേ കാണുള്ളൂ. 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല മധുരം കിട്ടും. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞേറ്റിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടെ തിളക്കാനായിട്ട് വയ്ക്കാം. മൊത്തം ഞാൻ എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ പാലാണേ. ഈ ബദാം മിൽക്കിന് ഒരു തിക്നെസ് കിട്ടാനും പിന്നെ കുറച്ച് ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് അതും റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞു. അതിലേക്ക് ബദാം അരച്ച് വെച്ചത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ റെഡിയാക്കി വെച്ച ആ കസ്റ്റാർഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ബദാം മിൽക്ക് ഉണ്ടാക്കുമ്പോൾ കസ്റ്റാർഡ് ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഒരു നുള്ള് കുങ്കുമപ്പൂ പാല് കാച്ചുന്ന സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ ഈ കസ്റ്റാർഡ് ചേർക്കുമ്പോൾ 1/2 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ ബദാം മിൽക്കിന് കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പാട കെട്ടരുത്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൽ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടായാലും മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.